ഇതിന് മുമ്പ് ഞാൻ ബെയർബോട്ടി എന്ന പാഠഭാഗം ഞാൻ എടുത്തതുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ എടുത്തതുണ്ട്. പക്ഷെ അത് ഒരു വർഷം മുമ്പാണെന്ന് എൻ്റെ ഓർമ്മയിൽ. അത് പഴയ ഒരു ഷെഡ്യൂൾ, അതായത് നമ്മൾ വീഡിയോസിൻ്റെ കാറ്റഗറിയിൽ വന്നതാണ്. അതായത് വീഡിയോസ് കുറച്ച് പഴക്കം വന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ അതിന് മൊത്തം ഒരു അപ്ഡേറ്റ് എന്ന രീതിയിലാണ് ഈ സീരീസ്, ഞാൻ വരാൻ പോകുന്ന സീരീസ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. ഈ 10ാം ക്ലാസ്സിൽ നമ്മൾ എടുത്ത ക്ലാസ്സുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട്. ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ മുമ്പുണ്ടാക്കിയ വീഡിയോ സെക്ഷനിൽ ഉണ്ടായ കുറവുകൾ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വിശദമാക്കിയിട്ട് സാധാരണ, അതായത് ഒന്നും അറിയാത്ത ആൾക്കാർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിന് ചിലപ്പോൾ 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ നമുക്ക് ടൈം വേണ്ടി വരും. പക്ഷെ നമ്മളെ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠനമാണ്, അതായത് നമുക്ക് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അതായത് പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതും. അതുപോലെ തന്നെ പാഠഭാഗം നിങ്ങൾക്ക് ചടപടാന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ടീച്ചർമാർ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കും. നമ്മളൊരു വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല, ഇപ്പോൾ ഒരു ബാദൽ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ വാക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള സെൻറ്റൻസ് വരുമ്പോൾ വരാവുന്ന അർത്ഥം എന്താണെന്ന് അതും നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിയർബോട്ട് എന്ന പാഠം മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ഒരു അപ്ഡേറ്റ് എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ് ചാപ്റ്ററുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബിയർബോട്ടി എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്. ഓക്കെ, ഈ ഹെഡിങ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പ്രാണിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രാണി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാണി എന്ന് പറയുമ്പോൾ ഒരു തരം ജീവി. ഓക്കെ, ആ ജീവിയാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, ബിയർബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇന്ദ്രകോപം എന്നതാണ് മലയാളത്തിൻ്റെ പരിഭാഷ. ഒരു കാണാൻ ചിത്രം ഇങ്ങനെയാണ്, അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. അതാണ് ഈ ബിയർബോട്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രാണിയാണ് അതിൻ്റെ തലകെട്ടായിട്ട് അല്ലെങ്കിൽ ഹെഡിങ് ആയിട്ട് അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ബിയർബോട്ട് എന്ന പാഠഭാഗമാണ് നമ്മൾ വായിക്കാനായിട്ടും അതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ കൂട്ടി, അതായത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് കുറച്ച് സമയം ഒരുപാട് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വിശദീകരണം അങ്ങനെയാണ്. ഞാൻ മൊത്തം കംപ്ലീറ്റ് ആക്കി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ബിയർബോട്ടി എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. ഇത് കാറ്റഗറിയിൽ വരുന്നത് കഹാനി എന്ന കാറ്റഗറി, കഥയായിട്ട് വരുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നു ബിയർബോട്ടിന് ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രഭാത്ത്, അതുപോലെ തന്നെ കഹാനിയാണ് കവിതയാണെന്നൊക്കെ എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മനപ്പാടാക്കേണ്ട ആവശ്യമാണ്. കാരണം ഇപ്പോൾ ടിപ്പണി എഴുതാൻ പറഞ്ഞു, ബിയർബോട്ടി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ ടിപ്പണി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയ ആളാരെന്നും കഹാനി നല്ലൊരു കഥയാണ് ഇയാൾ എഴുതിയിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. ഓക്കെ, ജസ്റ്റ് റഫായിട്ട് ഇതിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് പാഠഭാഗത്ത് കിടക്കാം. പാഠഭാഗത്ത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിൻ്റെ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഈ പാരഗ്രാഫിൽ കിടക്കുന്നത് ഒരു കഥയിലേക്ക് ഒരു പ്രവേശനമാണ്. അതായത് കവി ഇതിൽ ഒരു കഥയിലേക്കുള്ള എൻട്രി എങ്ങനെയാക്കണം അതാണ് ഇതിൽ പറയുന്നത്. അതായത് കാറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, മഴ ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ മഴയത്ത് ഇങ്ങനെ ഇലകളിലൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, കാറ്റും അതുപോലെ തന്നെ തണുപ്പും അങ്ങനത്തെ കാലാവസ്ഥയെ മനസ്സിലാക്കിപ്പിക്കുക. അതിനുശേഷം പിന്നീടാണ് കഥയിലേക്ക് കയറുന്നത്. ഇവിടെ ആകുമ്പോൾ കഥയിലേക്ക് കയറാണ്. അതായത് ഇവര് 2 കുട്ടികളുണ്ട്, ആ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കഥകളിലേക്ക് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ കിടന്നു. അതിനുശേഷം ഇവിടേക്ക് എത്തുമ്പോൾ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം അതിലേക്കാണ് വരുന്നത്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കൽ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ കഥയിലേക്കുള്ള എൻട്രിയാണ്. ഓക്കെ, ബാദൽ ബഹുത് ബറസ് ലിയേ थे. ബാദൽ എന്നതിൻ്റെ മലയാളി പരിഭാഷ മേഘം അല്ലെങ്കിൽ കാർമേഘം എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, ബഹുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലെങ്കിൽ ധാരാളമായിട്ട് എന്നൊക്കെ അർത്ഥം വരാം. ഓക്കെ, ബഹുത്ത് ബറസിലിയത്ത്, ബറസന എന്ന് പറയുന്നതിൻ്റെ മലയാളി പരിഭാഷ പെയ്യുക എന്നതാണ്. അപ്പോൾ പെയ്യുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് മഴയായിരിക്കും. ഓക്കെ, ലിയത്തെ ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇരുന്നു, അതായത് ഇരുന്നു എന്ന വാക്ക് വരുന്നത് എങ്ങനെയാണ്?
അത് പാസ്റ്റ് ആയിട്ടുള്ള വാക്കാണ്. അത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത് അതായത് എല്ലാം കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചത്, ഈ ദേ എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ചെറിയ ഗ്രാമർ ഞാൻ പറഞ്ഞതേ. ഓക്കെ, ബാദൽ ബഹുത് ബരസ് ലിയേ തെ, മഴ ഒരുപാട് പെയ്തിരുന്നു എന്നതാണ് ഇതിന് മലയാള പരിഭാഷ. ബാദൽ എന്ന് പറയുമ്പോൾ മേഘം ഒരുപാട് പെയ്തിരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നെങ്കിലും, പക്ഷെ മേഘം ഒരിക്കലും പെയ്യില്ലല്ലോ, അത് മഴയാണ് പെയ്യുന്നത്. ഓക്കെ, മേഘം പെയ്തു എന്ന് പറയുമ്പോൾ മഴ പെയ്തു എന്നാണ് ചുരുക്കം പറഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത്. ബരസിലിയത്തെ പെയ്തിരുന്നു. ഓക്കെ, ഫിർ ബി പിന്നെയും, അല്ലെങ്കിൽ പിന്നെ എന്നാലും എന്നൊക്കെ അർത്ഥം വരും. ഫിർ എന്ന് പറയുമ്പോൾ പിന്നെ എന്നാണ് അർത്ഥം വരുന്നത്. ബി എന്ന് പറയുമ്പോൾ പിന്നെയും എന്നൊക്കെയാണ് അർത്ഥം വരിക, അല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥം വരിക. ഓക്കെ, ബഹുത് സാറാ പാനി, വളരെയധികം വെള്ളം. ബഹുത്ത് എന്ന് പറയുമ്പോൾ വളരെ, സാര എന്ന് പറയുമ്പോൾ മൊത്തം. വളരെ സാര എന്ന് വെച്ചാൽ മൊത്തം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പാനി വെള്ളം, വെള്ളത്തിന്റെ ഹിന്ദിയാണ് പാനി. ഉന്മേ ബച്ച ഹുവാത്ത, അവയിൽ അല്ലെങ്കിൽ അതിൽ. ബച്ച എന്ന് പറയുമ്പോൾ ശേഷിക്കുക, അവശേഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക. ഹുവാത്ത ഉണ്ടായിരുന്നു, വെള്ളം ഒരുപാട്. ബച്ച ഹുവാത്ത അവശേഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് അർത്ഥം ക്ലിയർ ആവും. ഓക്കെ, ബാദൽ ബഹുത് ബരസ് ലിയേ തെ, മഴ ഒരുപാട് പെയ്തിരുന്നു, അല്ലെങ്കിൽ പിന്നെ മേഘത്തിലുള്ള വെള്ളം മൊത്തം പെയ്തിരുന്നു. ഓക്കെ, ഫിർവി പിന്നെയും, ബഹുത് സാര പാനി എന്നാലും പിന്നെയും ഒരുപാട് വെള്ളം. ഉന്മേ ബച്ചാ ഹുവാത്ത അതിൽ ശേഷിപ്പുണ്ടായിരുന്നു. ഏതില്? അപ്പൊ അതിൽ ഉന്മ എന്ന് പറഞ്ഞ വാക്ക് ഏതാണ് സൂചിപ്പിക്കുന്നത്? ഇതില് ഈ ബാദൽ എന്ന വാക്കിനാണ്. ഓക്കെ, ഈ ബാദൽ വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാൻ വന്നതാണ് ഈ ഉൻ എന്ന് പറഞ്ഞ വാക്ക്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതാണെങ്കിൽ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെ? फिर भी बहुत सारा पानी बादल में बचा हुआ था എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഈ വീണ്ടും റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, ഉന്മ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബാദൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേഘത്തിൽ ഒരുപാട് വെള്ളം പെയ്തിരുന്നു, പക്ഷേ ഇനിയും അതിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, ബാദൽ ബഹുത് ബരസ്ലിയത്ത് എന്ന് പറയുമ്പോൾ മേഘം ഒരുപാട് പെയ്തിരുന്നു, വെള്ളം, അതിൽ നിന്ന് വെള്ളം ഒരുപാട്, മേഘത്തിൽ നിന്ന് ഒരുപാട് മഴവെള്ളം പെയ്തിരുന്നു, പക്ഷേ ഇനിയും അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അതാണ് ഫിർബി എന്നാലും. ബഹുത് സാര പാനി വളരെയധികം വെള്ളം. ഉന്മ എന്ന് പറയുമ്പോൾ ഈ ബാദൽമേ മേഘത്തിൽ, ബച്ചാ ഹുവാത്ത ശേഷിച്ചിരുന്നു. ഓക്കെ, ശേഷിപ്പുണ്ടായിരുന്നു എന്നതാണ്. ഓക്കെ, ഇനി വേ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മേഘം. ബാദൽ എന്ന് പറയുമ്പോൾ മേഘാണ്. ഈ വേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ബാദൽ എന്ന് പറഞ്ഞ വാക്കാണ്. ഓക്കെ, വേ എന്ന് പറയുമ്പോൾ ഈ ബാദൽ. ഖേത്ത് എന്ന് പറയുമ്പോൾ വയൽ അല്ലെങ്കിൽ പാടം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജംഗലോ കെ ഊപ്പർ, വേ എന്ന് പറയുമ്പോൾ ആ മേഘം. ഖേത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോമ ഇതിലേക്ക് കാണാം. അപ്പൊ പിന്നെ എന്താണ് അർത്ഥം വരുന്നത്? ഖേത്ത് വയലത്തും, അതുപോലെ തന്നെ ജംഗലോ കെ ഊപ്പർ കാടിന്റെ മുകളിൽ. ഊപ്പർ എന്ന് പറഞ്ഞതിന്റെ മലയാളം മുകളിൽ എന്നതാണ്. ഛായ് ഹുവേ തെ. ഓക്കെ, ഛായ് ഹുവേ തെ ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് പറയാം. ഓക്കെ, വേ ഈ മേഘം, ഖേത്ത് വയൽ, അതിനുശേഷം ജംഗലിലും അതായത് കാട്ടിലും, കെ ഊപ്പർ അതിന്റെ മുകളിലായിട്ട്, ഛായ് ഹുവേ തെ അതിന്റെ മുകളിലായിട്ട് ഉണ്ടായിരുന്നു. മുകളിലായിട്ട് ഛായ് ഹുവേ തെ എന്ന് പറയുമ്പോൾ അതിൽ മൂടിയിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതിൽ എന്താണ് ഒരു മൂടൽ, അതായത് ഇതിന്റെ ഒരു മറയായി നിന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാദൽ ഖേത്ത്. വേ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ബാദൽ, ഖേത്തും അതായത് വയലത്തും അതുപോലെ തന്നെ കാട്ടിലും അതിന്റെ മുകളിലായിട്ട് ഛായ് ഹുവേ തെ ഒരു മൂടി പോലെ നിന്നു. അതായത് വയലിന്റെയും കാടിന്റെയും മുകളിലായിട്ട് ഇങ്ങനെ മറയായിട്ട് നിന്നു, അല്ലെങ്കിൽ മൂടിയിരുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാറ ആകാശ്, എല്ലാ ആകാശവും. ഇവിടെ സാറ വരുന്നുണ്ട്, ഇവിടെ സാറ വരുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം അർത്ഥം മനസ്സിലാക്കിയാൽ അടുത്ത വട്ടം ഉപകാരപ്രദമാകും. ഓക്കെ, സാര എന്ന് പറയാൻ മൊത്തം അല്ലെങ്കിൽ മൊത്തത്തിൽ. ഓക്കെ, ആകാശ് എന്ന് പറയുമ്പോൾ ആകാശം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മേഘോ സെ ഭരാ ഹുവാത്ത, മൊത്തത്തിലുള്ള ആകാശമില്ലേ, മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. ഓക്കെ, ആകാശം മൊത്തം മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു, അതായത് മൊത്തം സ്പ്രെഡായി കിടന്നു, നിറഞ്ഞിരുന്നു എന്നതാണ്. നിറയുക എന്നതാണ്. ഓക്കെ, സാറ ആകാശം മൊത്തം ആകാശം, മേഘോ സെ മേഘങ്ങളാൽ. മേഘം എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു മേഘം മാത്രമേ ഉണ്ടാവുള്ളൂ. മേഘോ എന്ന് പറയുമ്പോൾ എന്താണ്? മേഘങ്ങളാൽ, മേഘം കൊണ്ട്. സെ മേഘം കൊണ്ട്. ഭറ എന്ന് പറയുമ്പോൾ നിറയുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഭർണ എന്ന് പറയുമ്പോൾ നിറയ്ക്കുക എന്നതാണ്. ഭറ എന്ന് പറയുമ്പോൾ നിറയുക എന്നതാണ്. നിറഞ്ഞിരുന്നു. ഓക്കെ, മേഘോ കി ഛായയോ മേ,
മേഘോ, മേഘം എന്ന് പറയുമ്പോൾ വളരെയധികം മേഘങ്ങളാൽ, അതായത് മേഘം എന്ന് പറയുമ്പോൾ ഒന്നാണ്, നേരത്തെ ഞാൻ പറഞ്ഞുതരും. മേഘം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ. ഓക്കെ, മേഘോ കി ഛായയോ മേ, മേഘത്തിന്റെ, കീ എന്ന് പറയുമ്പോൾ യുടെ അല്ലെങ്കിൽ തിന്റെ എന്നൊക്കെ അർത്ഥം വരിക. മേഘയുടെ എന്നല്ല, മേഘത്തിന്റെ എന്നാണ് അർത്ഥം വരിക. ഛായയോമേ, അതിന്റെ നിഴലിൽ. ഇവിടെ വരുമ്പോൾ ഛായയോ എന്ന് പറയുമ്പോൾ അതിന്റെ നിഴലിൽ എന്നതാണ്. നിഴൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാള് സൂര്യന് ഓപ്പോസിറ്റ്, സൂര്യന്റെ ഓപ്പോസിറ്റ് അല്ല, സൂര്യന് നമ്മളെ മുന്നിലാണെങ്കിൽ നമ്മുടെ പിറകിൽ ഒരു നിഴൽ വരില്ല, ആ നിഴലാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേ നിഴലിൽ, ഗീലി ഹവായം, ഗീലി എന്ന് പറയുമ്പോൾ നനവുള്ളതെന്ന് അർത്ഥമാക്കുന്നത്. ഗീല എന്ന് പറയുമ്പോൾ ഗീല ടവൽ, ഗീല ടവൽ എന്ന് പറയുമ്പോൾ നനവുള്ള ഒരു ടവൽ എന്നതാണ്. ഓക്കെ, ഗീല എന്ന് പറയുമ്പോൾ നനവാണ് അർത്ഥം വയ്ക്കുന്നത്. ഓക്കെ, ഗീലി ഹവായ, ഗീലി എന്ന് പറയുമ്പോൾ, ഗീല എന്ന് പറയുമ്പോൾ ആണായിട്ടാണ് ഉപയോഗിക്കുക, ഗീലി എന്ന് പറയുമ്പോൾ പെണ്ണായിട്ടൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹവ എന്ന് പറഞ്ഞ ഈ കാറ്റിനെ, ഹവ എന്ന് പറഞ്ഞ കാറ്റാണ് കേട്ടോ. ഓക്കെ, ഈ ഹവ എന്ന വാക്കിന് ഒരു സ്ത്രീന്റെ ഒരു എന്താണ് ഒരു ഇത് കൊടുത്തേക്കാണ്. അതായത് ഗീല എന്ന് പറയുമ്പോൾ ഒരു ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഒരു വാക്ക്, ഗീലി എന്ന് പറയുമ്പോൾ ഒരു പെണ്ണുങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, ചില വാക്കിന് നമ്മൾ സ്ത്രീലിംഗത്തിന്റെ അർത്ഥം കൊടുക്കും, ചില വാക്കിന് പുല്ലിംഗത്തിന്റെ ഒരു ഇത് വാക്ക് കൊടുക്കും. ഓക്കെ, ഗീലി ഹവ എന്ന് പറയുമ്പോൾ ഒരു നനവുള്ള ഒരു കാറ്റ്. ഇതിൽ സ്ത്രീയുടെ, ഈ ഹവായിലെ ഒരു സ്ത്രീ ആയിട്ടാണ് ഇതിൽ, പുല്ലിംഗ അല്ല സ്ത്രീലിംഗമായിട്ടാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആക്കിയതാണ്. ഓക്കെ, ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഛായോമെ ഗീലി ഹവായ്, ഗീലി നനവുള്ള കാറ്റ്, ഇധർ ഉധർ ഇങ്ങോട്ടും അങ്ങോട്ടും, ഇധർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ഉധർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട്. ഓക്കെ, ഘൂം റഹി ഥി, ഘൂംന എന്ന് പറയുമ്പോൾ ചുറ്റിക്കറങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മേ ഇധർ ഘൂം റഹാവും, മേ ഘൂംനെ ചെലു എന്ന് പറയുമ്പോൾ നമ്മൾ കറങ്ങാൻ പോയത്, നമുക്ക് അങ്ങനെ കറങ്ങാൻ പോയാലോ, ഹം ചെലെ ഉധർ ഘൂംനെ എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, റഹീത്തി കറങ്ങിക്കൊണ്ടിരുന്നു, ചുറ്റിക്കറങ്ങിയിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. മേഘോ കി ഛായയോ മേ, മേഘത്തിന്റെ ആ നിഴലിൽ, ഗീലി ഹവായെ നനവുള്ള കാറ്റുകൾ, ഇധർ ഉധർ ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട്, ഘൂം റഹീത്തി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ, റഹീത്തി എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ട്, ഈ റഹീത്തി എന്ന് പറയുമ്പോൾ കൊണ്ടിരുന്നു എന്നാണ്, ഘൂം എന്ന് പറയുമ്പോൾ ചുറ്റുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പേടോ കെ തെനെ, പേടോ എന്ന് പറഞ്ഞ, പേട് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു മരം, പേടോ എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങൾ. ഓക്കെ, പേടോക്കി തെനെ, പേടിന്റെ, അതായത് മരത്തിന്റെ തനെ, തനെ എന്ന് പറയുമ്പോൾ നമുക്ക് മരത്തടി എന്ന് അർത്ഥം വെക്കാം, മരത്തിന്റെ കൊമ്പ് എന്ന അർത്ഥം വെക്കാം. പക്ഷെ ഇതിൽ എനിക്ക് ചേരുന്ന ഒരു വാക്ക് കൊമ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, തന്നെ അഭീവി ഗീലേത്തെ, മരത്തിന്റെ കൊമ്പുകൾ ഇപ്പോഴും നനവുള്ളതായിരുന്നു. ഓക്കെ, മഴ പെയ്തതിന് ശേഷം ഒരു ആ കൊമ്പുകൾ ഇപ്പോഴും നനവ് കാണില്ല നമ്മൾ, അതാണ് ഇതിൽ പറയുന്നത്. അഭീവി എന്ന് പറയുമ്പോൾ ഇപ്പോഴും, അഭി എന്ന് പറയുമ്പോൾ ഇപ്പോൾ, ഭി എന്ന് പറയുമ്പോൾ ഇപ്പോഴും. ആ ഴും എന്ന വാക്ക് പറഞ്ഞ വാക്കില്ലേ, ആ വരുന്നത് ഈ ഭി എന്ന വാക്ക് ചേർക്കുമ്പോഴാണ്. ഓക്കെ, ഗീലേത്തെ ഇപ്പോഴും നനവ് ഉണ്ടായിരുന്നു. ഓക്കെ, മുംഫലിയോ, മുംഫലിയോ എന്ന് പറയുമ്പോൾ കടല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കടല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൂട്ടാനുണ്ടാക്കുന്ന, ആ തിന്നണ ഉപയോഗിക്കുന്ന ആ കടലയാണ്. ഓക്കെ, മുംഫലിയോ, മുംഫലിയോ എന്ന് പറയുമ്പോൾ അതിന്റെ നീലക്കടല എന്നൊക്കെ അർത്ഥം വെക്കാൻ പറ്റും. ഓക്കെ, കെ ഹരേ ഖേത്തോമേ, മുംഫലിയോ കെ ഹരേ ഖേത്തോമേ എന്ന് പറയുമ്പോൾ കടലയുടെ, ഹരേ എന്ന് പറയുമ്പോൾ ഒരു പച്ച കളറാണ്, ഹര കളർ എന്ന് പറയുമ്പോൾ ഒരു പച്ച കളറാണ്. ഖേത്തോമേ, ഖേത്ത് എന്ന് പറയുമ്പോൾ ഒരു വയലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മുംഫലിയോക്ക് ഹരേ ഖേത്തോമേ, മുംഫലി നീലക്കടല അല്ലെങ്കിൽ കടലയുടെ ആ പച്ചപ്പ് ഉള്ള ഒരു വയലിൽ, മേ അതിൻ്റെ വയലിൽ, പീലേ ഫുൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, ഫൂൽ എന്ന് പറയുമ്പോൾ പൂക്കൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്, പീലെ എന്ന് പറയുമ്പോൾ മഞ്ഞ കളർ എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കളർ ഇതിൽ മനസ്സിലാക്കാൻ പറ്റി എന്തൊക്കെയാണെന്ന്. ഒന്ന് ഹര, ഇത് ഹരേനാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇത് ഒറ്റ വാക്ക് എടുക്കുകയാണെങ്കിൽ ഹര എന്ന, ഹര എന്ന് പറയുമ്പോൾ പച്ചപ്പ് എന്ന കളറാണ്, പീല എന്ന് പറയുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഒരു കളറാണ്. ഓക്കെ, മുംഫലിയോക്കി ഹരേ ഖേത്തോമേ, നീലക്കടല അല്ലെങ്കിൽ കടലേൻ്റെ ഒരു പാടത്ത്, പച്ചപ്പാടത്ത്, പച്ചപ്പാടത്ത് വെച്ചാൽ അതിൻ്റെ പച്ചപ്പുള്ള, അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോൾ അത് കടല വലുതായി അതിൻ്റെ പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹരി ഖേത്തോമേ, പച്ച നിറത്തിലുള്ള ആ വയലിൽ, പീലെ ഫൂൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കള്, അഭീവി ഗീലിയത്തെ ഇപ്പോഴും അതിന് നനവുണ്ടായിരുന്നു. അഭീവി എന്ന് പറയുമ്പോൾ ഇപ്പോഴും, ഗീലിയത്തെ ഒരു നനവുണ്ടായിരുന്നു. ഓക്കെ, ഖേത്തോമേ,
വയലിൽ അല്ലെങ്കിൽ പാടത്ത്, ഛോട്ട ഛോട്ട ചെറിയ ചെറിയ, ഛോട്ട എന്ന് പറയുമ്പോൾ ചെറുത്, ഓക്കെ, ഛോട്ട ഛോട്ട, ബട എന്ന് പറയുമ്പോൾ വലുത്, ഓക്കെ, ഛോട്ട ഛോട്ട എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ, ഓക്കെ. ഇത് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്ത് ഹിന്ദിയിലെ എല്ലാ വാക്കിനും അതിനെ കുറച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് രണ്ട് വാക്കായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇധർ ഉധർ, ഇങ്ങോട്ടും അങ്ങോട്ടും. മലയാളത്തിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു എഴുതൂല, അടുത്തടുത്ത് എഴുതുക, ഇങ്ങോട്ട് ഇവിടെ അവിടെ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐഫോൺ ഇടൂല. പക്ഷെ ഹിന്ദിയിൽ എല്ലാ വാക്കിനും ചില വാക്കിനും അധികം അടുപ്പിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. പ്യാരി പ്യാരി ഇതൊക്കെ ഉണ്ടാവും. ഇത് അടുപ്പിച്ചടുപ്പിച്ച് എഴുതി, ഇത് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏക്ക് ദൂസരെ, അതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് എഴുതുമ്പോൾ അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്ന വാക്ക്, ഓക്കെ. ഛോട്ട ഛോട്ട ചെറിയ ചെറിയ, ബാജറ, ബാജറ എന്ന് പറയുമ്പോൾ ഒരു തരം സാധനമാണ്, അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അതൊരു സാധനമാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഒരു തരം സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഓക്കെ. ഉഗാത്ത, അത് മുളച്ചിരുന്നു. ഉഗന എന്ന് പറയുമ്പോൾ മുളക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഉഗാത്ത എന്ന് പറയുമ്പോൾ മുളച്ചിരുന്നു, അതായത് മുളക്കലൊക്കെ കഴിഞ്ഞതാണ്, ഓക്കെ. അപ്പോൾ ഇത് ഒരു ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂതകാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പോയ കാലം, ഓക്കെ. ബാജിറയ്ക്ക് ലംബേ പത്തല്, ഇനി ബാജിറയെ കുറിച്ചുള്ള ചെറുതായിട്ടൊരു എഴുത്താണ്, ഓക്കെ. ബാജിറയ്ക്ക്, ബാജിറയുടെ, ലംബെ നീളമുള്ള, പത്തിലെ തടി കനം കുറഞ്ഞ, പത്തേമേ പത്തോമേ, പത്തോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇലകൾ, പത്ത എന്ന് പറയുമ്പോൾ ഒരു ഇല, ഓക്കെ. പത്തിലെ പത്തോമേ ഇലകളിൽ, പാനിക്ക് ബൂന്തേ, വെള്ളത്തിന്റെ ബൂന്ത് എന്ന് പറയുമ്പോൾ തുള്ളി, ബൂന്ത് എന്ന് പറയുമ്പോൾ തുള്ളി, ഓക്കെ. പാനിക്ക് ബൂന്ത് എന്ന് പറയുമ്പോൾ മഴ, വെള്ളത്തിന്റെ, അതായത് മഴ പെയ്തല്ലോ അതിന്റെ വെള്ളത്തിന്റെ ഒരു തുള്ളി. പാനിക്ക് ബൂന്ത് എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ ഒരു തുള്ളി. അട്ക്കി ഹുയിത്തി, അതിൽ ശേഷിപ്പുണ്ടായിരുന്നു. അട്ടക്കന എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തങ്ങി നിൽക്കുക എന്നതാണ്, ഓക്കെ. ഇപ്പോൾ ഇഡലി കുടുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ ഇഡലി കുടുങ്ങി മരിച്ചു എന്ന് പറയാം? ഇഡലി അടക്ക മറിയുക എന്നൊക്കെ അർത്ഥം വരും. എന്താ വെച്ചാൽ അടക്കന എന്ന് പറയുമ്പോൾ തങ്ങി നിൽക്കുക അല്ലെങ്കിൽ കെട്ടി കിടക്കുക എന്നതൊക്കെ അർത്ഥം വരിക, ഓക്കെ. ബാജരയ്ക്ക് ലംബേ പത്തിലെ പത്തോമേ, ബാജരയുടെ നീളവും കനം കുറഞ്ഞ ഇലകളിൽ, പാനിക്ക് ബൂന്തേ, വെള്ളത്തിന്റെ തുള്ളികൾ, അട്ക്കി ഹുയിത്തി, ഇപ്പോഴും നിലനിന്നിരുന്നു അല്ലെങ്കിൽ കുടുങ്ങി കിടന്നു എന്നതാണ്, അല്ലെങ്കിൽ തങ്ങി നിന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹുയിത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന്, ഓക്കെ. ബാരിഷ് കി ഹവ, മഴയുടെ കാറ്റ്. മഴയുടെ കാറ്റ്, അങ്ങനെ കാറ്റൊന്നും ഉണ്ടാവണില്ല. കാറ്റ് മഴയെ സമയത്ത് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രയോഗം വരുന്നത്, ഓക്കെ. മഴയ്ക്ക് ഇങ്ങനെ കാറ്റ് ഒന്നും വരണമെന്നില്ല, മഴ പെയ്യുമ്പോൾ കാറ്റ് വരണമെന്നില്ല, പക്ഷെ അങ്ങനെ അങ്ങനെ ചിലപ്പോൾ വരലുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ബാരിഷ് കി ഹവ, മഴയുടെ കാറ്റ്. ഹവ എന്ന് പറയുമ്പോൾ വായു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വായു ആണെങ്കിൽ ഇത് എല്ലായിടത്തും ഇപ്പോൾ കാണുന്നതല്ല, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ബാരിഷ് കി ഹവ എന്ന് പറയുമ്പോൾ മഴ വരുന്ന സമയത്ത് കാറ്റ് എന്നതാണ്, അല്ലാതെ ഹവ പിന്നെ വായു പിന്നെ എല്ലായിടത്തും കാണാമല്ലോ, പിന്നെ സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ഓക്കെ. ഹവ എന്ന് പറയുമ്പോൾ കാറ്റ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് എൻ്റെ ഐഡിയയിൽ വരുന്നത്, ഓക്കെ. ബാരിഷ് കി ഹവ, മഴയുടെ കാറ്റിൽ, മേ ഗീലെ ഖേത്തോ, ഗീലെ ഖേത്തോ എന്ന് പറയുന്ന നനവുള്ള വയൽ, ഓർ ബാരിഷ് കി ഹരിയാലിക്ക്, ബാരിഷ്, പിന്നെ ബാരിഷ് കി ഹരിയാലി, മഴയുടെ ഹരിയാലി എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞൊരു പച്ചപ്പ്, ഓക്കെ. ഈ ഗന്ധ്, അതിൻ്റെ സ്മെല്ല്, ഗുലി ഹുയിത്തി, സ്മെല്ല് അലിഞ്ഞ് ചേർന്നിരുന്നു, അതായത് സ്മെല്ല് മിക്സായി, ഓക്കെ. ഇത് ഒരു സ്മെല്ല് മിക്സായി എന്ന് പറയുമ്പോൾ ഒരു മഴ പെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ലേ, അതാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ. ഒന്ന് സ്പീഡിലായിട്ട് പറയാട്ടോ. ബാരിഷ് കി ഹവാമേ, മഴയുടെ കാറ്റിൽ, ഗിലി ഖേത്ത്, നനവുള്ള ആ വയൽ, ഓർ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ് ഗുലി ഹുയി തി, മഴയുടെ ആ സ്മെല്ല് കലങ്ങിയിരുന്നു, ഓക്കെ. ബാരിഷ് കി ഹവാമേ, ആ കാറ്റിൽ, മഴയുടെ കാറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആ ഗീലി ഖേത്ത്, നനവുള്ള ആ വയലിൻ്റെയും അതുപോലെ തന്നെ ബാരിഷ് കി ഹരിയാലി, മഴയുടെ ആ പച്ചപ്പും കലർന്നിരുന്നു, ഓക്കെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ 5-6 വട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കഥയിലേക്കുള്ള എൻട്രിയാണ്. ഇനി കഥയിലേക്ക് ഒറിജിനലായിട്ട് കയറി, മറ്റേത് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് കഥയിലെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇനി കഥയിലേക്ക് കയറി കേട്ടോ. ഇനി ഈ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഈ കഥയിൽ 2 കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, ഓക്കെ. അപ്പോൾ ഈ ആണിൻ്റെ പേരെന്ന് പറയുന്നത് സാഹിൽ എന്നതാണ്. ഈ സ്ത്രീ അല്ല, ഈ പെണ്ണിൻ്റെ പേരെന്ന് പറയുമ്പോൾ
ബേല എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, പഠിക്കുന്ന, നിങ്ങൾക്ക് ബാഗിൽ തോളിട്ട് കാണാം, ഇവർ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഉൻഹെ ബീർബൗട്ടിയോസെ മിൽന ഹോത്താ ഥാ. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഉൻഹെ എന്ന് പറഞ്ഞ വാക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ അത്യാവശ്യമാണ്. ഓക്കെ, അവർക്ക് ബീർബൗട്ടിയസെ മിൽന ഹോത്താ ഥാ, അവർക്ക് ബീർബൗട്ടിയെ കാണണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഉൻഹെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ വിശദീകരിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ വിശദീകരിച്ചേക്കാം എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉൻഹെ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ബീർബൗട്ടിയോസെ മിൽന ഹോത്താ, ബീർബൗട്ടിയോട് അല്ലെങ്കിൽ ബീർബൗട്ടിയെ കാണണമായിരുന്നു. മിൽന ഹോത്താ എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് മിൽന ഹോത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീർബൗട്ട്സെ മിൽന ഹോത്താ എന്ന് പറയുമ്പോൾ ബീർബൗട്ടിയെ കാണണമായിരുന്നു. ഓക്കെ ഓക്കെ, സോ അതുകൊണ്ട്, സോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട്, 100-നൊക്കെ അർത്ഥം വെക്കരുത് ഇതിൽ. സോ എന്ന് പറയുമ്പോൾ 100 അങ്ങനെയൊക്കെ അർത്ഥം, 1 2 3 4 നമ്മൾ കൂട്ടുമ്പോൾ അത് സോ എന്ന് ലാസ്റ്റ് 100-ന് വരുന്നുണ്ട്. ഇതിൽ സോ എന്ന് പറയുമ്പോൾ 100-നല്ല അർത്ഥം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്നതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കണം. ഓക്കെ, വേ അവർ, ആര്, ഈ കുട്ടികൾ സ്കൂൾ കെ ലിയെ, സ്കൂളിന് വേണ്ടിയിട്ട്, സ്കൂൾ കെ ലിയെ എന്ന് പറയുമ്പോൾ കെലിയെ എന്ന വാക്ക് വരുമ്പോൾ ക്ക് വേണ്ടി എന്നതാണ്. സ്കൂൾക്ക് വേണ്ടി, ഇവിടെ സ്കൂൾ വന്നതുകൊണ്ടാണ് സ്കൂൾക്ക് വേണ്ടി. ഇവിടെ ഘർ വന്നതിന് എന്തിന്, ഘർക്ക് വേണ്ടി എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, ഘർ സെ വീട്ടിൽ നിന്ന്, കുറച്ച് സമയം മുമ്പ് നിക്കൽ ആദ്യത്തെ, വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുമ്പ് ഇറങ്ങുമായിരുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. ഉന്നെ ബീർബോട്ടിയസ് മിൽന ഹോത്താ ഥാ, അവർക്ക് ബീർബോട്ടിയെ കാണണമായിരുന്നു, അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. സോ അതുകൊണ്ട് സ്കൂൾ കേലിയെ ഘസെ, അവർ സ്കൂളിന് വേണ്ടി വീട്ടിൽ നിന്ന് ഓക്കെ, കുറച്ച് സമയം പേരെ, കുറച്ച് സമയം മുമ്പ് നിക്കൽ ആദ്യത്തെ, സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഓക്കെ, സ്കൂളിലേക്കുള്ള, ഞാൻ ഒന്നുകൊണ്ട് പറയാം, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുമായിരുന്നു. എന്തിന്, ഈ ബീർബോട്ടിയെ തപ്പാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ട് പറയാം. കസ്ബെ സെ സട്ടെ, കസ്ബ എന്ന് പറയുമ്പോൾ ഒരു നഗരം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതും വലിയ സിറ്റി, കൊച്ചി പോലത്തെ, എറണാകുളത്തെ പോലത്തെ വലിയ സിറ്റി അല്ല, ബോംബെ പോലത്തെ വലിയ സിറ്റി അല്ല. കസ്ബ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സ്ഥലം, ചെറിയ സിറ്റി. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കസ്ബെ സെ സട്ടെ, കസ്ബയുടെ അടുത്ത് അല്ലെങ്കിൽ സമീപത്ത്, സട്ടെ എന്ന് പറയുമ്പോൾ ഒട്ടിച്ചേർന്ന സ്ഥലം എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, ഇൻ ഖേത്തോമെ, ഈ വയലുകളിൽ, ഏത് വയലുകളിൽ, ഇപ്പം ഈ വിശദീകരിച്ച വയലില്ലേ, ആ വയലുകളിൽ ബീർബൗട്ടിയ ഖോജ കർത്തേ ഥേ, ബീർബൗട്ടിയ അന്വേഷിക്കുമായിരുന്നു. ബീർബൗട്ടിയ എന്ന് പറയുമ്പോൾ ബീർബൗട്ടികളെ. ഓക്കെ, ഖോജന എന്ന് പറയുമ്പോൾ അന്വേഷിക്കുക, തപ്പുക എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, കർത്തേ ഖോജ കർത്തേ, അവർ അന്വേഷിക്കുമായിരുന്നു. ഇനി ഈ ഈ ഈ ഈ വാക്കുകളിൽ ഇനി വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീർബൗട്ടിയൻ്റെ വെറൈറ്റീസ്. ഇപ്പം ഞാൻ പറഞ്ഞ, നമ്മളിപ്പോൾ പാമ്പ്, നമുക്കറിയാം പാമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ പാമ്പിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് നമുക്കറിയില്ലേ. അപ്പോൾ മൂർഖൻ ഒരു പാമ്പ്, ഒരു വർഗ്ഗമാണ്. അതുപോലെ തന്നെ രാജവെമ്പാല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള പോലെ തന്നെ ഈ ബീർബൗട്ടി എന്ന് പറയുന്ന സാധനമല്ലേ, ഈ ചിത്രത്തിൽ കാണുന്ന സാധനം, ഇതിനും വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. ഏതൊക്കെയാണ്, സുർക്ക്, മുലായം, ഗദ്ബതി, ബീർബൗട്ടിയ. ഈ ബീർബൗട്ടിയയെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 വെറൈറ്റി, എക്സാമിലേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, സുർക്ക്, മുലായം, ഗദ്ബതി എന്ന് പറഞ്ഞ ഈ ബീർബൗട്ടികൾ. ഓക്കെ, ധർത്തി പർ, ധർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നതാണ്. ധർത്തി മേരി മാഹെ എന്നൊക്കെ പറയുമ്പോൾ ഭൂമി എൻ്റെ അമ്മയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ, കേട്ടിട്ടുണ്ട്, അങ്ങനെ കാണുന്ന എന്തെങ്കിലും ആവട്ടെ. ധർത്തി പർ, ഭൂമിയിൽ, ചൽത്തി ഫിർത്തി, ചല്ല എന്ന് പറയുമ്പോൾ നടക്കുക, ഫിർത്ത എന്ന് പറയുമ്പോൾ കറങ്ങുക. ഓക്കെ, ചൽത്തി ഫിർത്തി എന്ന് പറയുമ്പോൾ നടക്കുക എന്നല്ല, സോറി, ചൽത്തി എന്ന് പറയുമ്പോൾ നടക്കുക എന്നാണ്, ഫിർത്തി ചുറ്റുക എന്നതാണ്. ഫിർന എന്ന് പറയുമ്പോൾ ഘൂംന, ഫിർന എന്ന് പറയുമ്പോൾ ഘൂംന എന്ന് പറയുമ്പോൾ ഞാൻ ചുറ്റുക, അതുപോലെ കറങ്ങുക, അതുപോലെ ചുറ്റി കറങ്ങുക എന്ന് പറയുമ്പോൾ കറങ്ങുക എന്നതിൻ്റെ ആണ് ഫിർന എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ഓക്കെ, ചൽത്തി ഫിർത്തി എന്നുമ്പോൾ ചുറ്റി കറങ്ങുന്ന. ഖൂൻ എന്ന് പറയുമ്പോൾ ചോര അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ രക്തം എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, പ്യാരി ബൂന്തേ, പ്യാരി ബൂന്തേ എന്ന് പറയുമ്പോൾ പ്യാരി ഞാൻ പറയുന്നുണ്ട്, അതിനുശേഷം ബൂന്തേ എന്ന് പറയുമ്പോൾ തുള്ളി. ഓക്കെ, ധർത്തി പർ, ഭൂമിയിൽ,
ചൽത്തി ഫിർത്തി ചുറ്റിക്കറങ്ങുന്ന ഖൂൻകി രക്തത്തിൻ്റെ പ്യാരി പ്യാരി ബൂന്തെ നല്ല ഭംഗിയുള്ള ബൂന്ത എന്ന് പറയുമ്പോൾ തുള്ളികൾ. അതായത് ഇതിന് കാണുന്ന ആ ഒരു രൂപമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ചിത്രത്തിൽ നമുക്ക് ഭൂമിയെ ചുറ്റി കറങ്ങുന്ന ഒരു രക്തത്തുള്ളികളായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള രക്തത്തുള്ളികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. പ്യാരി പ്യാരി എന്ന് പറയുമ്പോൾ നല്ല ഭംഗി ഭംഗി എന്നൊക്കെ അർത്ഥം വെക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടെന്ന് അർത്ഥം വെക്കാം. നല്ല സ്നേഹമുള്ള അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള എന്നൊക്കെ അർത്ഥം വെക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഉൻകെ ബസ്തെ അവരുടെ ചാക്ക്. ചാക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ ബാഗാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബസ്ത എന്ന് പറയുമ്പോൾ ബാഗാണ്. ഓക്കെ, ബാക്ക് പാക്ക്. ഓക്കെ, ഉൻകെ പീഠ് പർ അവരുടെ അവൻ്റെ പിറകിൽ, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഇവരുടെ പിറകിൽ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കൈ തോളത്തെല്ലാം ബാഗ് തൂക്കിയിട്ടെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാവുന്നതോടെ ഉൻകെ ബസ്ത അവരുടെ ബാഗുകൾ, ഉൻകെ പീഠ് പർ അവരുടെ പീഠ് പിറകിൽ ലതേ ഹോത്തെ ഥേ. ലതേ എന്ന് ലദന എന്ന് പറയുമ്പോൾ ചുമക്കുക എന്നതാണ്. ഓക്കെ, ലത ഇപ്പോൾ ഗധവുമേ ലദന, ഗധ അതായത് കഴുതയുടെ മുകളിൽ ചുമട്ടിടുക. അപ്പോൾ അതിന് ഇടണമെങ്കിൽ അതിനെ ചുമപ്പിക്കുക എന്ന വാക്കിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ലദന എന്നൊക്കെ പറയും. ഇവിടെ ലത എന്ന് പറയുമ്പോൾ ഇവർ ചുമന്നുകൊണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലതേ ഹോത്തെ തേ അവർ ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചുമന്നിരുന്നു. ഓക്കെ, ഉൻകെ ബസ്ത ഉൻകെ പീഠ് പറ അവരുടെ ബാഗ്, ഉൻകെ പീഠ് അവരുടെ പീഠ് എന്ന് പറയുമ്പോൾ പിറകിൽ, ലതേ ഹോത്തെ थे അവരുടെ പിറകിൽ ചുമന്നിരുന്നു അവർ, ആ കുട്ടികൾ. ഓക്കെ, കന്ധോ പർ ടംഗേ ഹോത്തെ थे. കന്ധ് എന്ന് പറയുമ്പോൾ ഈ തോളാണ്, നമ്മുടെ ഈ തോളില്. അതാണ് തോൾ എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ കാണിച്ചാൽ ഈ സാധനമാണ് ഇതിന് പറയുന്നത് തോൾ. തോളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് പറഞ്ഞതെന്നുള്ളൂ. തോളൊക്കെ അറിയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ടങ്കേ ഹോത്തെ. ടങ്കേ എന്ന് പറയുമ്പോൾ തൂങ്ങി കിടക്കുക, അവരുടെ തോളത്ത് തൂങ്ങി കിടക്കും. ബാഗ് എവിടെയാണ് തൂങ്ങി കിടക്കുന്നത്? തോളത്തല്ല. അതാണ് ഇതിൽ പറയുന്നത്. ടങ്കന എന്ന് പറയുമ്പോൾ തൂങ്ങുക അല്ലെങ്കിൽ തൂങ്ങി കിടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡ്രസ്സ് ഉണക്കാനിടുക എന്ന് പറയുമ്പോൾ എന്താണ് അത്? ഡ്രസ്സ് ടങ്കേ ഹുവേ എന്ന് പറയുക അർത്ഥം വരും. അത് നമുക്ക് അത്ര വിശദീകരണം ഓവറാക്കണ്ട, കുറച്ചൊക്കെ മതി വിശദീകരണം. ഓക്കെ, കന്തോപ്പർ ടങ്കേ ഹോത്തത്തെ ബാഗുകളെല്ലാം അതിൽ ഉണ്ടായിരുന്നു, അതായത് തൂങ്ങി കിടന്നിരുന്നു. ഓക്കെ, വേ ഏക് ദൂസരേക്ക് ബോത്ത് നസ്ദീക് രഹക്കർ അവർ പരസ്പരം വളരെ അടുത്ത് നിന്നുകൊണ്ട്. അതിനുശേഷം പറയണം ബൽക്കി എല്ലാം മറിച്ച് കെഹന ചായേ, അങ്ങനെയല്ല പറയേണ്ടത് എങ്ങനെയാണ്? കെഹന ചായ ഇങ്ങനെയാണ് പറയേണ്ടത്. ബിൽക്കുൽ സഡ്കർ അവർ അടുത്ത്, ബിൽക്കുൽ എന്ന് പറയുമ്പോൾ തികച്ചും. ഓക്കെ, സഡ്കർ എന്ന് പറഞ്ഞാൽ ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ സമീപത്ത് നിൽക്കുക. ഓക്കെ, ബീർബോട്ടിയ കോഴ്സ്തേ ആ ചെറിയ കുട്ടികൾ ആ ബീർബോട്ടിയ നശിച്ചിരുന്നു. ഓക്കെ, ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏക് ദൂസരേക്ക് ബോത്ത് നസ്ദീക് രഹക്കർ, കവി പറയാണ് ഇങ്ങനെ അവർ വളരെ അടുത്തടുത്ത് നിന്നുകൊണ്ട്. ബൽക്കി അതല്ല, മറിച്ച് പറയേണ്ടത് എങ്ങനെയാണ്? ബിൽക്കുൽ സഡ്കർ അവർ വളരെ അടുത്ത് ഒട്ടി ബീർബോട്ടിയ കോഴ്സ്തേ ചെറിയ കുട്ടികളല്ല അങ്ങനത്തെ ഉണ്ടാവും. ബീർബോട്ടിയ കോഴ്സ്തേ ബീർബോട്ടിയ നശിക്കുമായിരുന്നു. ഓക്കെ, ഉന്നെ ദേഖ്നെ കെ ലിയെ അവരെ കാണാൻ വേണ്ടിയിട്ട്. ഉന്നെ ദേഖ്നെ കെ ലിയെ ഏതിനെ? ഈ ഉൻഹെ എന്ന് പറഞ്ഞ വാക്ക് ഏതിനാണ് വരുന്നത്? ബീർബൗട്ടി. ഓക്കെ, ദേഖ്നെ കെ ലിയെ കാണുന്നതിന് വേണ്ടിയിട്ട്. വേ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കുട്ടികൾ. വോ എന്ന് പറയുമ്പോൾ ഒരാളെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വേ എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും ഉദ്ദേശിച്ചു. ഓക്കെ, വേ എന്ന് പറയുമ്പോൾ ഒരു വാക്കാണ് അത്. രണ്ടുപേരെ ഒറ്റടിക്ക് ഒരു വാക്കിൽ ഒതുക്കി. ഓക്കെ, വേ അവര് ബാരിഷ് കി ഗന്ധ് ഭരി മഴയുടെ ആ മണം കൊണ്ട്, സ്മെല്ലിനാൽ. ഓക്കെ, ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ. ഭൂരി എന്ന് പറയുമ്പോൾ തവിട്ട് നിറമുള്ള, ജമീൻ പർ ജമീൻ എന്ന് പറയുമ്പോൾ മണ്ണിൽ, ബേഠ് ജായ കർത്തേ ഥേ അവര് മണ്ണിൽ ഇരിക്കുമായിരുന്നു. എന്നോട് പറയാം, ഉന്നെ ദേഖ്നെ കെ ലിയെ ആ ബീർബോട്ടികളെ കാണുന്നതിന് വേണ്ടി മാത്രം. ബാരിഷ് കി ഗന്ധ് ഭരി മഴയുടെ ആ സ്മെല്ല് കൊണ്ടുള്ള, തവിട്ട് നിറമുള്ള, ഭൂരി ജമീൻ പർ തവിട്ട് നിറമുള്ള ആ മണ്ണിൽ, ബേഠ് ജായ കർത്തേ ഥേ അവർ ആ മണ്ണിൽ, തവിട്ട് നിറമുള്ള ആ മണ്ണിൽ അവർ ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി ഇത് പകുതി ഇരുന്നിട്ടുള്ളൂ, ഇത് ഇരിക്കുമായിരിക്കും. ഓക്കെ, അതിനുശേഷം പിന്നെ സംഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംഭാഷണം എന്താണ്? ഓക്കെ, ബേല ദേഖോ ഇസ് ബീർബോട്ടി കാ റങ്. ബേല ഈ ആണ് പറയാണ് ഈ പെണ്ണിനോട്. ബേല ബേല നീ നോക്ക്, ദേഖോ നോക്ക്, ഇസ് ബീർബോട്ടി കാ റങ് ഈ ബീർബോട്ടിൻ്റെ കളറ്, തുമ്ഹാരെ നിന്റെ, റിബൺ കെ ജേസ ലാൽ ഹെ ഈ റിബൺ കാണുന്നില്ലേ ചിത്രത്തിൽ?
ഈ റിബണിനെ പോലെ ആണെന്ന്. ജേസ എന്ന് പറയുമ്പോൾ പോലെ എന്നതാണ് ഉദ്ദേശം. റിബൺ കി ജേസ, റിബണിന്റെ പോലെ, ലാൽ ഹെ ചുവപ്പ് കളറുമാണ്. ഓക്കെ. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു, സാഹിൽ എന്ന് പറഞ്ഞ ഈ കുട്ടിയാണ്. ഓക്കെ, ആണാണ് കേട്ടോ. തുമ്നെ കുച്ച് സുനാ ബേല, അതിനുശേഷം ഈ ആണ് തന്നെയാണ് പറയുന്നത് ഈ വാക്ക്. തുമ്നെ കുച്ച് സുനാ ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ, തുമ്നെ നീ, കുച്ച് എന്തെങ്കിലും, സുന കേട്ടോ, ബേല നീ എന്തെങ്കിലും കേട്ടോ, ബേല അതാണ് മൊത്തം വാക്കർത്ഥം. അതിനുശേഷം ഈ പെണ്ണിന്റെ മറുപടിയാണ് ഹാ ഞാൻ കേട്ടു, സുന ആ കേട്ടു, പെഹലെ ഘണ്ടി ലഗ് ഗയി ഹെ, ആദ്യത്തെ മണി അടിച്ചിരുന്നു, അതായത് സ്കൂളിൽ പ്രവേശിക്കാനുള്ള ബെല്ല് അടിച്ചിരുന്നു. ഘണ്ടി എന്ന് പറയുമ്പോൾ ബെല്ല് എന്നതാണ്. ലഗ്ന എന്ന് പറയുമ്പോൾ അടി. ഓക്കെ, ലഗ് ഗൈ ഹെ എന്ന് പറയുമ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലഗ് ഗൈ ഹെ എന്ന് പറയുമ്പോൾ അടി ഇപ്പോൾ കൊണ്ടു. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യമായില്ലേ. ലഗ് ഗൈ എന്ന് പറയുമ്പോൾ കേട്ടതിന് ശേഷമല്ലേ വേറെ ഇങ്ങനെ പറയണത്. അപ്പോൾ അടിച്ചത് ഞാൻ കേട്ടു എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ലേക്കിൻ. ഇനി സാഹിൽ പറയാണ് ഈ വാക്ക്. ലേക്കിൻ മുജെ, പക്ഷെ എനിക്ക്, പേനയിൽ, ജ്യാഹി എന്ന് പറയുമ്പോൾ ഒരു മഷിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു നിബ്ബ് വെച്ചിട്ട്, നിബ്ബല്ല എന്നത് പറയാൻ, നിങ്കോ എന്താ പറയാ, ഒരു പേനയിൽ മഷിയൊക്കെ നിറയ്ക്കുന്ന ഒരു പേന ഉണ്ടായില്ല, ആ പേനയാണിത് സ്യാഹി എന്ന്. അതിൽ നിറയ്ക്കുന്ന ഒരു മഷിയാണ് നമ്മൾ ഈ സ്യാഹി എന്ന് പറയുന്നത്. ഓക്കെ. ഭി, സ്യാഹി ഭി എനിക്ക്, ഈ മഷിയും, ഭി എന്ന് പറയും യും എന്നാണ്, ഭർവാനി ഹെ അതിനെ നിറയ്ക്കണം, എൻ്റെ പാനയിൽ എനിക്ക് മഷി നിറയ്ക്കണമല്ലോ എന്ന് പറയാണ്. ദുക്കാൻസെ കടയിൽ നിന്ന്, ദുക്കാൻ എന്ന് പറയുമ്പോൾ കട എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഭർവാനി എന്ന് പറയുമ്പോൾ നിറയ്ക്കൽ, ഭർണ എന്ന് പറയുമ്പോൾ നിറയ്ക്കുക എന്നതാണ്. ഭർവാനി ഹെ എന്ന് പറയുമ്പോൾ നിറയ്ക്കണമായിരുന്നു എന്നൊക്കെയാണ് വരുന്നത് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഓവറാക്കി കഴിഞ്ഞാൽ എനിക്ക് ചടക്കും. അതുപോലെ തന്നെ ഇത്രയും വീഡിയോ ലെങ്തി ആയാലും ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൽ തന്നെ ക്ലോസ് ആക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് ഉപകാരമാണ്. അപ്പോൾ ഇത് പറയുന്നതിൽ എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയും? നിങ്ങളുടെ കമൻറ്റുകൾ വഴിയാണ് ഞാൻ അറിയുന്നത്. ഓക്കെ.